നമസ്തേ. കഥകളതിസാഗരത്തിലേക്ക് സ്വാഗതം. ഇന്ന് കലയരങ്ങിൻ്റെ ദിവസമാണ്. ഞാൻ ഇന്ന് സാധാരണയായിട്ട് കലയരങ്ങിൻ്റെ ആദ്യത്തെ ദിവസമായ ശനിയാഴ്ച ഞാനൊരു പാചകക്കുറിപ്പൊക്കെയാണല്ലോ ഇടാറ്. ഞാനിവിടെ എൻ്റെ ഭവനത്തിലുണ്ടാക്കുന്ന എന്താ വിഭവം എന്ന് വെച്ചാൽ അത് മറ്റുള്ളവർക്ക് കുറേശ്ശെ കൊടുക്കണം, അത്രയേ ഉള്ളൂ കേട്ടോ. ഇത് ഞാൻ ഉണ്ടാക്കിയത് വൈകുന്നേരത്തെ ചായയ്ക്ക് ഉണ്ടാക്കിയ ഒരു വടയാണ് സാധനം. പക്ഷേ കാണുമ്പോൾ നമുക്ക് പരിപ്പ് വട പോലെയൊക്കെ തോന്നും. എന്നാൽ പരിപ്പ് വടയല്ല, പരിപ്പുണ്ട് എന്നേ ഉള്ളൂ. ഈ വടയ്ക്ക് ഇത് വെജിറ്റബിൾ വട എന്ന് പറയും. ഞാൻ ഇതിനകത്ത് പരിപ്പ് വടയ്ക്കുള്ള വടപ്പരിപ്പ് ഒരു ഗ്ലാസ്, ഇതിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു ഗ്ലാസ് വടപ്പരിപ്പും ഒരു 4 കൊല്ലമുളകും കൂടെ കുതിർത്താനിട്ടു, വെള്ളമൊഴിച്ചിട്ടു. അത് കഴിഞ്ഞ് അത് എടുത്ത് ഒരു ബൗളിലിട്ട് അത് ചെറിയ മിക്സിയിലിട്ട് വടക്ക് പാകത്തിന് അത് അരച്ച് ഒരു ബേസിനിലേക്ക് അങ്ങ് വെച്ചു. അതിലേക്ക് കറിവേപ്പിൻ്റെ ഇല കുറച്ച് അരിഞ്ഞിട്ടു, കുരുകുര അരിഞ്ഞ് ഇങ്ങനെ ഊർത്തിയിടും, പിച്ചാതിക്കാൻ കൂടെ അരിഞ്ഞ് അതിലേക്കിട്ടു. പിന്നീട് ഒരു ചുമന്ന ഉള്ളി, ചെറിയ ഉള്ളി ഒരുപാട്, കുറച്ച് നല്ലോണം ഒരു വാളൻ ഉള്ളി തൊണ്ട് കളഞ്ഞ് അതും അരിഞ്ഞിട്ടു. പരിപ്പും ചുമന്ന മുളകും കൂടി ഒന്ന് വടയുടെ പാകത്തിന് അരച്ചാണ് കേട്ടോ വെച്ചേക്കണേ. അരച്ചത് വെച്ചാൽ ഒന്ന് മുറിച്ച്, നല്ലോണം അരഞ്ഞിട്ടില്ല, ഇങ്ങനെ കിടക്കുക. പരിപ്പ് വടയുടെ പാകത്തിന് അരച്ചിട്ടതിലേക്ക് കറിവേപ്പില ഇട്ടു, ഉള്ളി ഇട്ടു, പച്ചമുളക് ഒരു 4-5 പച്ചമുളക് അരിഞ്ഞതും ഇട്ടു. ഇത് കൂടാതെ കണ്ട് കുറച്ച് ക്യാരറ്റ് ഞാൻ അരിയല്ല ചെയ്തത്. ക്യാരറ്റ് ഇങ്ങനെ ചീവി തേങ്ങ ചിരണ്ടണ പോലെ ചിരണ്ടിട്ട് ആ ക്യാരറ്റും ഇട്ടു. ബീട്രൂട്ടും അതുപോലെ തേങ്ങ ചിരണ്ടണ പോലെ ചിരണ്ടി അതും അതിനകത്തേക്ക് ഇട്ടു. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തു. ഇത് കൂടാണ്ട് അഡീഷണലായിട്ട് കുറച്ച് കായപ്പൊടി ചേർത്തു. ഇതെല്ലാം കൂടെ കൂട്ടി കുഴച്ച് ഞാൻ വടയുണ്ടാക്കി വന്നു കഴിഞ്ഞപ്പോൾ നല്ല സ്വാദുണ്ട്. പരിപ്പ് തന്നെയല്ല, എല്ലാ വെജിറ്റബിൾസും കൂടിയുണ്ട്. ഞാൻ വിചാരിച്ചു കുറച്ച് മുരിങ്ങയിലയും കൂടെ ഊർത്തി കൊണ്ടുവന്ന് ഇതിലുണ്ട് ചേർത്ത്. അപ്പോൾ നല്ല അസൽ മഴയാണ്, മുറ്റത്തിറങ്ങാൻ പറ്റില്ല. പറഞ്ഞേ ഇന്നിപ്പോൾ വേണ്ട എന്ന് വെച്ചു. അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ കുറച്ച് മുരിങ്ങയിലയും കൂടി അങ്ങോട്ട് പൂശാം. എന്നിട്ട് വടയുണ്ടാക്കി. ഞാൻ വടയുണ്ടാക്കിയിട്ട് ഇന്ന് വിശേഷാൽ, അതായത് ഇവിടെ അടുത്ത് പണി നടക്കുന്ന കാരണം ഒരു 5-6 പണിക്കാർക്ക് ചായ കൊടുക്കേണ്ടതുണ്ട് വൈകുന്നേരം. അപ്പോൾ അവർക്ക് ചായയുടെ കൂടെ ഈ വട കൊടുത്തു. സുഖമായിട്ട് കഴിച്ചു. ഇത് എന്ത് വട ടീച്ചറെ എന്നൊക്കെ ചോദിച്ചു. അതൊരു വട എന്ന് പറഞ്ഞു എന്നല്ലാതെ ഞാൻ പറഞ്ഞില്ല, നിങ്ങളോട് പറയാ. അപ്പോൾ പരിപ്പ് വടയുടെ പകുതി ഭാഗം, പരിപ്പ് എത്രയുണ്ടോ അരച്ചെടുത്തിട്ടുള്ളത് അത്രയും തന്നെ വെജിറ്റബിൾസ് എല്ലാം ഞാൻ ക്യാരറ്റും ബീട്രൂട്ടും ഉള്ളിയും പച്ചമുളകും കറിവേപ്പിൻ്റെ ഇലയും ഇത്രയൊക്കെ ചേർന്നിട്ടുള്ളൂ. ഇതെല്ലാം കൂടെ ചേർത്ത് കുഴച്ച് ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ ഉരുട്ടിയെടുത്ത് കയ്യിലിട്ട് പതുക്കനെ ഒന്ന് അമർത്തി എണ്ണയിലേക്ക് അങ്ങോട്ട് ഇട്ട് വറുത്ത് കോരിയെടുത്തു. ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല സ്വാദാട്ടോ. വേഗം കാണിച്ചു തരാം. ഒരെണ്ണം തോന്നുന്നു. ഇതിൻ്റെ മീതെ നല്ല ബ്രൗൺ കളറാണ് വട. ഒരു 7 വട ഞാനിങ്ങനെ വട്ടത്തിൽ വച്ചേക്കുക. ആ വടയുടെ മുകളിൽ ഒരു ഭംഗിക്ക് വേണ്ടി 2 സൈഡിലും ഓരോ കറിവേപ്പിൻ്റെ ഇലയുടെ തണ്ടും വെച്ചു. ക്യാരറ്റ് ഒന്നുകൂടെ അങ്ങോട്ട് ചീവി, അപ്പോൾ തേങ്ങ ചിരണ്ടി പോലെ ക്യാരറ്റ് അങ്ങോട്ട് ചീവി എടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് അതൊക്കെ ഒന്നങ്ങോട്ട് വെതറിയിട്ടു. അത്രയേ ഉള്ളൂ. 7 വടയുണ്ട്. ഇത് വെജിറ്റബിൾ വട. പച്ചക്കറികൾ കൂടുതൽ ചേർത്ത് കുറച്ച് പരിപ്പും കൂടി ചേർത്ത് ഉണ്ടാക്കിയെടുത്ത ഒരു വട. ഇതിന് നല്ല സ്വാദുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കാറുണ്ട്, പക്ഷേ ഈയുടെ അടുത്തിപ്പോൾ കുറച്ച് നാളായിട്ട് ഉണ്ടാക്കിയില്ല. ഇന്നൊന്ന് ഉണ്ടാക്കി നോക്കിയതാണ്. നിങ്ങളും ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. പരിപ്പ് തന്നെ വേണ്ട, പരിപ്പ് വട സാധാരണമായില്ലേ, ഇനിയിപ്പോൾ നമുക്ക് ഇടയ്ക്കൊരു വെജിറ്റബിൾ വട അതും ഉണ്ടാക്കാം. അപ്പോൾ ഈ ആഴ്ചയിലെ എൻ്റെ പാചകം വെജിറ്റബിൾ വട. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം, കഴിച്ചു നോക്കണം.
എല്ലാവർക്കും ഇതുവഴി വന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണ്, കാര്യം പറയും കഥയാണ്. എല്ലാവർക്കും നന്ദി.